ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അത് മിക്കവാറും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയൊരു കാര്യം അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിന് അല്ലേ, നമ്മൾ ഒന്നും അറിയാത്ത പോലും കാര്യങ്ങളായിരിക്കും മറ്റൊരാൾ വലുതാക്കി, അതും അയാളുടെ മനസ്സിലാക്കാതെ പലരോടും പറഞ്ഞ് അല്ലേ, വീട്ടുകാരും നാട്ടുകാരും വരെ അറിഞ്ഞ് നമ്മൾ വളരെ വേദനിച്ച് നാണം കെട്ട് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ. ഇങ്ങനൊരവസ്ഥ എന്തുവാണില്ലേ? ഒരു നിമിഷം നമ്മൾ ഓർക്കും, എന്തിനിങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയെങ്കിലും അങ്ങ് ചത്തേക്കാം അല്ലേ. അത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ആ മാനസികമായിട്ടുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഭാഗം എന്താണെന്ന് ആരും തന്നെ കേൾക്കുന്നില്ല. ആ കേൾക്കാതെ നമ്മൾ ഒരു കുറ്റം ചെയ്തു എന്ന് നമുക്ക് ചാർത്തി തരികയാണ്. അപ്പം നമ്മളുടെ ഭാഗം നമുക്ക് പറയാനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലിരുന്ന് വിങ്ങുകയാണ് അല്ലേ. നമുക്ക് പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മളെ കൂടുതൽ കുറ്റവും പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലുള്ള നിങ്ങൾ ആദ്യം ചിന്തിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനെയാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. ആ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യും. എന്നിട്ട് മനസ്സിനോട് മാത്രം നിങ്ങൾ പറയാം, ഞാനിതിൽ നിരപരാധിയാണ്, എനിക്കറിയാൻ വയ്യാത്തത് കാര്യമാണ് എന്ന് മനസ്സിനോട് മാത്രം നിങ്ങൾ ആദ്യം പറയുക. അങ്ങനെ മനസ്സ് അപ്പം ധൈര്യമായി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചിന്തിക്കുക, പറയുന്നവർ പറയട്ടെ. പിന്നെ 1-2 പേരെങ്കിലും നിങ്ങളോട് ചോദിക്കുമായിരിക്കും. ചിലർക്ക് ചോദിക്കാൻ മടി കാണും, അവരപ്പാടെ അങ്ങ് വിശ്വസിക്കും. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ ഒരു കുറ്റവാളിയായി അല്ലെങ്കിൽ കുറ്റം ചെയ്തവളായി അല്ലെങ്കിൽ തെറ്റ് ചെയ്തവളായി കാണാൻ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവനായി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെന്താണ്, ഒന്നും വരില്ലേ, എന്തേലും ആവട്ടെ എന്നായിരിക്കും. പക്ഷെ ചിലരെങ്കിലും നിങ്ങളോട് ഒന്ന് ചോദിക്കും, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ, ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ രീതികൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് നടന്നതെന്നുള്ളത് പറയുക. അല്ല, നിങ്ങൾ പറയുന്നത് കേട്ട് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ളവരുടെ മുന്നിൽ പോയി വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ എന്നും നിൽക്കേണ്ടത് നിങ്ങളുടെ മനസ്സാക്ഷിയാണ്. അതിനെ മാത്രം ബോധ്യപ്പെടുത്തുക. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തോ ഇല്ലയോ, മറ്റാരെയും ബോധ്യപ്പെടുത്താൻ പോകല്ലേ. നിങ്ങളെ വിശ്വസിക്കുന്നവർ, നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവർ, എത്ര വലിയ പ്രശ്നം വന്നാലും അവനത് ചെയ്യില്ല അല്ലെങ്കിൽ അവളത് ചെയ്യില്ല എന്ന് മനസ്സിലുറപ്പിക്കും. അപ്പം പിന്നെ അങ്ങനെയുള്ളവരല്ലേ നല്ലത്. കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്കൊന്നും കാര്യം സാധിക്കാനില്ല. നമ്മുടെ സ്വഭാവത്തെ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, അവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. അതുകൊണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് മനസ്സിനെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. കാരണം അവർ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം നമ്മൾ മറുപടി പറയേണ്ടി വരും. അതിലും നല്ല എന്താ, ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് ഞാൻ ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെ വയ്ക്കുക. ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം, അത്ര മതി. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കണമെന്നേ. നിങ്ങളവിടെ നന്നായിട്ട്, നിങ്ങൾ ചെയ്യാത്ത തെറ്റാണെങ്കിൽ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളൊരു ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പോയിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിൽക്കണം. അങ്ങനെ ധൈര്യമായിട്ട് നിന്നാൽ നിങ്ങളുടെ കൂടെ കാണും ഈ പ്രപഞ്ചത്തിലെ ഒരു വലിയ ശക്തി. കാരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ആത്മബലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തരും. നമ്മൾ സ്വയം ബഹുമാനിതരായിട്ട് തന്നെ നിൽക്കുക. തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ തലകുനിക്കണം? അങ്ങനെയല്ലേ വേണ്ടത്. ആരുടെ മുന്നിൽ ആവശ്യമില്ലാതെ തലകുനിക്കേണ്ട കാര്യമില്ല. ഓക്കെ.